വെൽക്കം ടു ലേണിനോ. ഈ ഒരു വീഡിയോ സെക്ഷനിൽ നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റം ചാപ്റ്ററിലെ MCQs ആണ് ഡിസ്കസ് ചെയ്യുന്നത്. First question, the energies E1 and E2 of two radiations are 25 electron volt and 5 electron volt respectively. The relation between wavelengths, that is lambda 1 and lambda 2, will be option A lambda 1 equal to 2 lambda 2, option B lambda 1 equal to 4 lambda 2, option C lambda 1 equal to lambda 2, and option D lambda 1 equal to 12 lambda 2. അപ്പോൾ ഇവിടെ E1 and E2 എനർജീസ് തന്നിട്ടുണ്ട്. രണ്ട് റേഡിയേഷൻസിന്റെ 25 ഇലക്ട്രോൺ വോൾട്ട് ആണ് E1, 50 ഇലക്ട്രോൺ വോൾട്ട് ആണ് E2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റിലേഷൻ ബിറ്റ്വീൻ ദെയർ വേവ് ലെങ്സ് ലാംഡ 1 ആൻഡ് ലാംഡ 2 എങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം. E1 equal to hc by lambda 1 ആണ് and E2 equal to hc by lambda 2 ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ. E1 ന്റെയും E2 ന്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ രണ്ട് ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. 25 equal to hc by lambda 1 and 50 equal to hc by lambda 2. ഇനി ഇതിന്റെ റേഷ്യോ എടുക്കുക, അതായത് E1 by E2 റേഷ്യോ എടുത്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? 25 by 50 equal to 1 by lambda 1 by 1 by lambda 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് hc ക്യാൻസൽ ആയി പോയിട്ട് നമുക്ക് എന്താണ് കിട്ടുന്നത്? 25 by 50 equal to lambda 2 by lambda 1 or lambda 1 equal to 2 lambda 2 എന്നാണ് നമുക്ക് കിട്ടുന്ന റേഷ്യോ. ഓക്കെ, സോ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, lambda 1 equal to 2 lambda 2. Next question, the wavelength of which series lie towards the ultraviolet region? Option A Lyman, option B Balmer, option C Paschen, option D none of this. Lyman series ആണ് UV region അല്ലെങ്കിൽ ultraviolet region എക്സിസ്റ്റ് ചെയ്യുന്നത്, ആൻഡ് പാഷൻ, ബ്രാക്കറ്റ്, P1 സീരീസ് എല്ലാം ഇൻഫ്രാറെഡ് റീജിയനിലേക്കായിരിക്കും പോകുന്നത്. ഓക്കെ, സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ലൈമൻ. Next question, the statement that does not belong to Bohr's model of atom is option A the energy of the electrons in the orbit is quantized, option B the electron in the orbit nearest to the nucleus is in lowest energy state, option C the electrons revolve in different orbits around the nucleus, option D the electrons emit energy during revolution due to the presence of Coulombic forces of attraction. അപ്പൊ ഇവിടെ ബോർസ് മോഡൽ ഓഫ് ആറ്റത്തിന്റെ ആ ഒരു പോസ്റ്റുലേറ്റിൽ വരാത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി എന്താണ് പറയുന്നത്? ഇലക്ട്രോൺസ് എമിറ്റ് എനർജി ഡ്യൂറിങ് റെവല്യൂഷൻ ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് കൂളംബിക് ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ എന്നാണ്. ഓക്കെ, അപ്പൊ ഇത് ബോർസ് മോഡൽ ഓഫ് ആറ്റത്തിൽ ഇൻക്ലൂഡ് ആവാത്ത ഒരു ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ആണ്. Next question, in which one of the following the number of protons is greater than the number of neutrons but number of protons is less than the number of electron? Option A sulfur dioxide, option B water molecule, option C disulfur, option D hydroxide. അപ്പോൾ ഇവിടെ നമ്മൾ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ഹൈഡ്രോക്സൈഡ് ആണ്. OH മൈനസിലാണ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആൻഡ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ലെസ് ദാൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരുന്നത്. ഓക്കെ, അതെങ്ങനെയാണ് വരുന്നത് നോക്കാം. നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് 8 + 1 = 9 ആണ് വരുന്നത് OH മൈനസിൽ, ആൻഡ് നമ്പർ ഓഫ് ന്യൂട്രോൺസോ 8 + 0 = 8 ആണ് വരുന്നത്, ആൻഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരുന്നത് 8 + 1 + 1 which is equal to 10 ആണ്. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഹൈഡ്രോക്സൈഡ് OH മൈനസ് ആണ് ഇവിടെ. Next question, the energy ratio of a photon of wavelength 3000 lambda and 6000 lambda is option A 1:1, option B 2:1, option C 1:2, option D 1:4. എനർജി ഓഫ് ഫോട്ടോന്റെ എക്സ്പ്രഷൻ വരുന്നത് എങ്ങനെയാണ്? ഈക്വൽ ടു HV അല്ലെങ്കിൽ HC by lambda എന്ന് നമുക്ക് എഴുതാം. പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ വാല്യൂ, Hന്റെ വാല്യൂ നമുക്കറിയാം 6.63 × 10⁻34 ജൂൾ സെക്കൻഡ്സ് ആണ്, ആൻഡ് V എന്താണ്? ഫ്രീക്വൻസി ഓഫ് ഫോട്ടോൺ ആണ്. ലാംഡ വന്നിട്ട് വേവ് ലെങ്ത് ആണ്. സി നമുക്കറിയാം സ്പീഡ് ഓഫ് ലൈറ്റ് വിച്ച് ഇസ് ഈക്വൽ ടു 3 × 10⁻8 m/s അല്ലേ? അപ്പൊ എനർജി റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് E1 by E2 equal to hc by lambda 1 by hc by lambda 2 or equal to lambda 2 by lambda 1 എന്നാണ് വരുന്നത്. അപ്പൊ lambda 2 ഇവിടെ തന്നിട്ടുണ്ട് 6000 and lambda 1 എത്രയാണ്? 3000. അപ്പൊ 6000 by 3000 equal to 2 by 1 ആണ് വരുന്നത്. അപ്പൊ E1 by E2 റേഷ്യോ എത്രയാണ്? 2:1 ആണ്. സോ ഓപ്ഷൻ ബി 2:1 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ.
Next question. The compound in which cation is isoelectronic with anion is option A NaCl, option B CSF, option C NaI, option D K2S. നമുക്കിവിടെ ഓപ്ഷൻസിൽ തന്നിരിക്കുന്ന കോമ്പൗണ്ട്സ് ഏതൊക്കെയാണ്? NaCl സോഡിയം ക്ലോറൈഡ് ആണ്, CSF എന്താണ്? സീഷ്യം ഫ്ലൂറൈഡ് ആണ്, ആൻഡ് NaI ദാറ്റ് ഈസ് സോഡിയം അയോഡൈഡ്, ആൻഡ് ലാസ്റ്റ് K2S എന്താണ്? പൊട്ടാസ്യം സൾഫൈഡ് ആണ്. ഓക്കെ, ഇപ്പൊ കാറ്റോൺ ഈസ് ഐസോ ഇലക്ട്രോണിക് വിത്ത് ആനോൺ വരുന്ന കോമ്പൗണ്ട് എന്ന് പറയുന്നത് പൊട്ടാസ്യം സൾഫൈഡ് K2S. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. പൊട്ടാസ്യം സൾഫൈഡ് ഫോംഡ് ആയിരിക്കുന്നത് K+ ആൻഡ് S2- അയോൺ വെച്ചിട്ടാണ്. ഓക്കെ, നമുക്കറിയാം പൊട്ടാസ്യത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 19 ആണ്. ആൻഡ് ഇൻ K+ അയോൺ അതിന്റെ അറ്റോമിക് നമ്പർ എത്രയായിട്ടാണ് വരുന്നത്? 18 ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ആൻഡ് സിമിലർലി അറ്റോമിക് നമ്പർ ഓഫ് സൾഫർ എത്രയാണ്? 16 ആണ്. ആൻഡ് S2- അയോൺ ഫോം ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ അറ്റോമിക് നമ്പർ 18 ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പം K+ ആൻഡ് S2- എന്ന് പറയുന്നത് ഐസോ ഇലക്ട്രോണിക് ആണ് വിത്ത് ഈച്ച് അതർ ഇൻ പൊട്ടാസ്യം സൾഫൈഡ്. സോ ഓപ്ഷൻ ഡി പൊട്ടാസ്യം സൾഫൈഡ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. Next question. The relation between wave motion of photons and stream of particles. Option A interference, option B E equal to mc square, option C diffraction, option D E equal to hv. അപ്പൊ ഫോട്ടോൺസിന് E equal to hv റിലേഷൻ ആണ് വരുന്നത് ഇൻ ഫോം ഓഫ് പാർട്ടിക്കിൾ ആൻഡ് വേവ്. സോ ഓപ്ഷൻ ഡി E equal to hv ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ E equal to mc square എന്ന് പറഞ്ഞ റിലേഷൻ എന്താണ്? എനർജി മാസ് ഇക്വലൻസ് റിലേഷൻ ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The energy of a photon is 3 into 10⁻12 erg. What is its wavelength in nanometer? അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ എച്ചിന്റെയും സിയുടെയും വാല്യൂസ് തന്നിട്ടുണ്ട്. ആ വാല്യൂസ് തന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോഴും എടുക്കണം. ഓക്കെ, അപ്പൊ H equal to 6.626 into 10⁻27 erg seconds-ഉം C equal to 3 into 10⁻10 centimeter per second ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്കിവിടെ കാണേണ്ടത് എന്താണ്? വേവ് ലെങ്ത് ആണ് കാണേണ്ടത്. എനർജി ഓഫ് ഫോട്ടോൺ നമുക്ക് തന്നിട്ടുണ്ട്, 3 into 10⁻12 തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ എനർജിയും വേവ് ലെങ്തും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് വരുന്നത്? ഈക്വൽ ടു hc by lambda എന്നാണ് വരുന്നത്. ഇവിടെ നമുക്ക് ലാംഡ വേവ് ലെങ്ത് ആണ് കാണേണ്ടത്. ലാംഡ ഈക്വൽ ടു hc by എനർജി നമുക്ക് എഴുതാം അല്ലെ. ഇനി നമുക്ക് എർഗിന്റെ ടേംസിലാണ് യൂണിറ്റ് വരുന്നത് അല്ലെ. അപ്പൊ ഒരു എർഗ് എന്ന് പറയുന്നത് 10⁻7 ജൂൾസ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനർജി ഓഫ് ഫോട്ടോൺ എങ്ങനെയാണ് വരുന്നത്? 3 into 10⁻12 എർഗ് എന്ന് പറയുന്നത് 3 into 10⁻19 ജൂൾസ് ആവും. ഓക്കെ, ആൻഡ് എച്ചിന്റെ വാല്യൂലും ചേഞ്ച് വരുന്നുണ്ട്. ഇൻറ്റു 10⁻7 ചെയ്താൽ എന്താണ് വരുന്നത്? 6.626 into 10⁻34 ആണ് വരുന്നത് എച്ചിന്റെ വാല്യൂ. ഓക്കെ, അപ്പൊ ഇവിടെ ക്യാൻസൽ ഔട്ട് ചെയ്യുക വാല്യൂസ് എല്ലാം. നമുക്ക് ഫൈനൽ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 662 നാനോമീറ്റർ ആണ് വേവ് ലെങ്ത് കിട്ടുന്നത്. സോ ഓപ്ഷൻ എ 662 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാഗ്നിറ്റ്യൂഡ് ഓഫ് കൈനറ്റിക് എനർജി ഇൻ ആൻ ഓർബിറ്റ് ഈസ് ഈക്വൽ ടു ഓപ്ഷൻ എ ഹാഫ് ഓഫ് ദി പൊട്ടൻഷ്യൽ എനർജി, ഓപ്ഷൻ ബി ട്വൈസ് ഓഫ് ദി പൊട്ടൻഷ്യൽ എനർജി, ഓപ്ഷൻ സി 1/4 ഓഫ് ദി പൊട്ടൻഷ്യൽ എനർജി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബവ്. അപ്പൊ ഒരു ഇലക്ട്രോണിന്റെ എനർജി നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആണ് ആ ഒരു ഇലക്ട്രോണിന്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോണിന്റെ റിലേഷൻ എന്താണ്? Z(E²/2r) ആണ്. ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഇലക്ട്രോണിന്റെ റിലേഷൻ എന്താണ്? (-Ze²/r) ആണ്. അപ്പം ഈ രണ്ട് ഇക്വേഷൻസ് കമ്പയർ ചെയ്താൽ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താണ്? കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ ആണ്. നെഗറ്റീവ് സൈൻ വരുന്നുണ്ട് പൊട്ടൻഷ്യൽ എനർജിയിൽ അല്ലെ. അപ്പൊ രണ്ടും ഓപ്പോസിറ്റ് ആണ് നമുക്ക് പറയാം. ആൻഡ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ആണെന്നും പറയാം. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ, ഹാഫ് ഓഫ് ദി പൊട്ടൻഷ്യൽ എനർജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ നമ്പർ ഓഫ് നോഡൽ പ്ലെയിൻസ് ദാറ്റ് 5D ഓർബിറ്റൽ ഹാസ് ഈസ് ഓപ്ഷൻ എ 0, ഓപ്ഷൻ ബി 1, ഓപ്ഷൻ സി 2, ഓപ്ഷൻ ഡി 3. നമുക്ക് നമ്പർ ഓഫ് നോഡൽ പ്ലെയിൻസ് അല്ലെങ്കിൽ റേഡിയൽ നോഡ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കുന്ന റിലേഷൻ എന്താണ്? n-l-1 ആണ്. ഇവിടെ n എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെയാണ്. ആൻഡ് l റെപ്രസെന്റ് ചെയ്യുന്നത് അസിമുത്തൽ ക്വാണ്ടം നമ്പറിനെയാണ്. അപ്പോൾ 5D ഓർബിറ്റലിന് n equal to 5ഉം l equal to 2ഉം ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് റേഡിയൽ നോഡ്സ് വരുന്നത് 5 - 2 - 1 ആണ്, which is equal to 2. നമ്പർ ഓഫ് നോഡൽ പ്ലെയിൻസ് ഇവിടെ വരുന്നത് 2 ആണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ.
Next question, which of the following is not a permissible arrangement of electron in an atom? Option A, n equal to 3, L equal to 2, M equal to -3, S equal to -1/2. Option B, n equal to 5, L equal to 3, M equal to -0, S equal to +half. Option C, n equal to 4, L equal to 0, M equal to 0, S equal to -half. Option D, n equal to 3, L equal to 2, M equal to -2 and S equal to -half. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ L equal to 2 ആണ് വരുന്നത് ഓപ്ഷൻ എയിൽ അല്ലെ. അപ്പൊ L equal to 2 വരുന്ന കേസിൽ എമ്മിന്റെ പോസിബിൾ വാല്യൂസ് എന്തൊക്കെയാണ്? -2 to +2 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ -2 -1 0 +1 +2 ആണ് എമ്മിന്റെ പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ്. അതിൽ -3 ഇൻക്ലൂഡഡ് അല്ല അല്ലെ. അപ്പൊ ഓപ്ഷൻ എ തന്നെയാണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്, വിച്ച് ഈസ് നോട്ട് എ പെർമിസിബിൾ അറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം എന്ന് പറയുന്നത്. n equal to 3, L equal to 2, M equal to -3 and S equal to -1/2 ആണ്. Next question, for f orbital the values of m are option A -2 -1 0 +1 +2, option B -3 -2 -1 0 +1 +2 +3, option C -1 0 +1, option D 0 +1 +2 +3. അപ്പൊ എഫ് സബ്ഷെല്ലിന് 7 ഓർബിറ്റൽസ് ആണ് ഉള്ളത്. എഫ് ഓർബിറ്റലിന്റെ എല്ലിന്റെ വാല്യൂ എന്താണ്? L equal to 3 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ L equal to 3 ആണെങ്കിൽ പോസിബിൾ വാല്യൂസ് ഓഫ് എം എന്ന് പറയുന്നത് -3 തൊട്ട് +3 വരെ ആയിരിക്കും. ദാറ്റ് ഈസ് -3 -2 -1 0 +1 +2 +3. അപ്പൊ ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. Next question, the total number of atomic orbitals in fourth energy level of an atom is option A 2, option B 16, option C 32, option D 30. അപ്പൊ ഏതൊരു എനർജി ലെവലിലായാലും അതിൽ പ്രസന്റ് ആയിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് എന്ന് പറയുന്നത് n² ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് പ്രസന്റ് ഇൻ ഫോർത്ത് എനർജി ലെവൽ എന്ന് പറയുന്നത് =4² which is equal to 16 ആണ് വരുന്നത്. സോ ഓപ്ഷൻ ബി 16 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. Next question, the observation that the ground state of nitrogen atom has 3 unpaired electrons in its electronic configuration and not otherwise is associated with option A Pauli exclusion principle, option B Hund's rule of maximum multiplicity, option C Heisenberg's uncertainty principle, option D Ritz combination principle. ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി അനുസരിച്ചിട്ട് സബ്ഷെല്ലിലുള്ള ഇലക്ട്രോൺസിൽ പെയർ ചെയ്യണമെങ്കിൽ അവരുടെ ഓരോ ഓർബിറ്റിലും സിംഗ്ലി ഫിൽഡ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ അത് സിംഗ്ലി ഫിൽഡ് ആവാത്തടത്തോളം കാലം ഇലക്ട്രോൺസിന് ഒരിക്കലും പെയറപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ഓൾസോ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് 3 അൺപെയർഡ് ഇലക്ട്രോൺസ് എന്ന് ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുമുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. Next question, which of the following statements is not true? Option A, the most appropriate level for electron in zero level is nucleus. Option B, the wave function of electron in an atom is related to its spinning speed. Option C, the electron does not have magnetic moment while spinning. Option D, none of the above. ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഇലക്ട്രോൺ ഡസ് നോട്ട് ഹാവ് മാഗ്നറ്റിക് മൊമെന്റ് വൈൽ സ്പിന്നിങ്. ഇലക്ട്രോൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്. ഓക്കെ, അപ്പൊ ചാർജ്ഡ് ആയിട്ടുള്ള ഒരു മൂവിങ് പാർട്ടിക്കിളിന് എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും ആൻഡ് ഹെൻസ് ദേ പൊസസ് മാഗ്നറ്റിക് മൊമെന്റ് വൈൽ സ്പിന്നിങ്. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ അറ്റോമിക് നമ്പർ ഓഫ് an element is 35. What is the total number of electrons present in all the p orbitals of the ground state atom of that element? Option A 6, option B 11, option C 17, option D 23. For off-bow principle approach അനുസരിച്ചിട്ട് ground state of electronic configuration for an atomic number of element 35 വരുന്നത് എന്താണ്? 1s2, 2s2, 2p6, 3s2, 3p6, 3s10, 4s2, 3p5 എന്നാണ്. ഓക്കെ, അപ്പൊ number of electrons present in all the p orbitals എത്രയാണ് വരുന്നത്? 6 വരുന്നുണ്ട്, then 6 again and 5. അപ്പൊ 6 plus 6 plus 5 എത്രയാണ്? 17 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി 17 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 electrons in the same atomic orbital can be distinguished by their option A principal quantum number, option B azimuthal quantum number, option C magnetic quantum number and option D spin quantum number. അപ്പൊ സെയിം അറ്റോമിക് ഓർബിറ്റിലുള്ള 2 ഇലക്ട്രോൺസിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നത് സ്പിൻ ക്വാണ്ടം നമ്പർ വെച്ചിട്ടാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ
കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഈ സ്പിൻ ക്വാണ്ടം നമ്പറിന് രണ്ട് പോസിബിൾ വാല്യൂസ് എടുക്കാം, പ്ലസ് ഹാഫ് ആൻഡ് മൈനസ് ഹാഫ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് വാല്യൂസ് ആണ് സെയിം ഓർബിറ്റിൽ ഒക്കുപ്പൈ ചെയ്യുന്ന ഇലക്ട്രോൺസിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, total number of electrons present in all the s orbitals, all the p orbitals and all the d orbitals of cesium ion are respectively. Option A 8, 26, 10. Option B 10, 24, 20. Option C 8, 22, 24. Option D 12, 20, 22. അപ്പോൾ സീഷ്യം അയോണിന്റെ അറ്റോമിക് നമ്പർ വരുന്നത് ഇങ്ങനെയാണ്, 55 ആണ് വരുന്നത്. അപ്പം അറ്റോമിക് നമ്പർ 55 ഉള്ളതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കൺഫിഗറേഷൻ എങ്ങനെയാണ് വരുന്നത്? 1s2, 2s2, 2p6, 3s6, 3d10, 4s2, 4d6, 4d10, 5s2, 5p6, 6x1 എന്നാണ് വരുന്നത്. അല്ലെങ്കിൽ സെനൻ 6x1 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പൊ സീഷ്യം അയോണിന് സെനന്റെ കൺഫിഗറേഷൻ ആയിരിക്കും ഉണ്ടാവുക. എസ് സബ്ഷെല്ലുള്ള ഇലക്ട്രോൺസ് എത്രയാണ് വരുന്നത്? 5 × 2 10 ആണ് വരുന്നത്. ആൻഡ് പി സബ്ഷെല്ലുള്ള ഇലക്ട്രോൺസ് 4 × 6 24 ആണ്. ആൻഡ് ഡി സബ്ഷെല്ലുള്ള ഇലക്ട്രോൺസ് 10 × 2 20 ആണ്. അപ്പൊ 10, 24, 20 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the value of azimuthal quantum number L is 2, then the value of principal quantum number N is. Option A 1, option B 2, option C 3, option D 4. അപ്പൊ L equal to 2 നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ വാല്യൂ എത്രയായിരിക്കും? L equal to n minus 1 എന്നാണ്. അപ്പം L 2 ആണെങ്കിൽ എൻ്റെ വാല്യൂ എന്താണ് വരുന്നത്? 3 ആണ് വരുന്നത്. സോ ഓപ്ഷൻ സി 3 ആണ് വാല്യൂ ഓഫ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വരുന്നത്. Next question, the scientist who proposed the atomic model based on the quantization of energy for the first time is option A Max Planck, option B Niels Bohr, option C de Broglie, option D Heisenberg. അപ്പോൾ അറ്റോമിക് മോഡൽ ബേസ്ഡ് ഓൺ ക്വാണ്ടൈസേഷൻ ഓഫ് എനർജി പ്രപ്പോസ് ചെയ്ത സയന്റിസ്റ്റ് എന്ന് പറയുന്നത് നീൽ ബോർ ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the radius of second Bohr's orbit of hydrogen atom is option A 0.053 nanometer, option B 0.106 nanometer, option C 0.2116 nanometer, option D 0.4256 nanometer. The radius of Bohr's orbit in case of hydrogen and hydrogen-like species calculate ചെയ്യുന്ന ഫോർമുല ഇതാണ്. Radius of orbit r equal to n square h square by 4 pi square me square into 1 by z. h square by 4 pi square me squareന്റെ വാല്യൂ ഒരു കോൺസ്റ്റന്റ് ആണ്. അത് ഈക്വൽ ടു 0.529 ആണ് കാൽക്കുലേറ്റ് ചെയ്താൽ വരുന്നത്. പിന്നെ നമ്മൾ എന്റെയും ഇസഡിന്റെ വാല്യൂ നോക്കിയാൽ മതി. ഇസഡിന്റെ വാല്യൂ ഈക്വൽ ടു 1 ഉം n എന്താണ് നമ്പർ ഓഫ് ഓർബിറ്റ് ഈക്വൽ ടു 2 ആണ് വരുന്നത് അല്ലെ. അപ്പൊ 0.529 into 4, 2 square 4 ആണ്, which is equal to 2.116 ആണ് നമ്മുടെ റേഡിയസ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇൻ ടേംസ് ഓഫ് നാനോമീറ്റർ എടുത്താൽ നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 0.2116 nanometer. Next question, the total number of atomic orbitals in fourth energy level of an atom is option A 4, option B 8, option C 16, option D 32. ഒരു ഓർബിറ്റിലുള്ള നമ്പർ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് എന്ന് പറയുന്നത് n സ്ക്വയർ ആണ്. ഇവിടെ അത് 4 സ്ക്വയർ which is equal to 16 ആണ് വരുന്നത്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. Next question, which of the following do not travel with the speed of light? Option A de Broglie waves, option B X-rays, option C gamma rays, option D all of this. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എല്ലാം തന്നെ ലൈറ്റിന്റെ സ്പീഡിനനുസരിച്ചിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ എക്സ്റേ, ഗാമ റേ, വിസിബിൾ സ്പെക്ട്രം റേസ്, ഇതെല്ലാം തന്നെ. ഓക്കെ, ഡി ബ്രോഗ്ലി ഹൈപ്പോത്തസിസ് അനുസരിച്ചിട്ട് ഡി ബ്രോഗ്ലി വേവ്സ് ലൈറ്റ് സ്പീഡ് ഓഫ് ലൈറ്റിലല്ല ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഇവിടെ ഓപ്ഷൻ എ ആണ്, ഡി ബ്രോഗ്ലി വേവ്സ്. Next question, the particle nature of electron was experimentally demonstrated by option A Max Born, option B J.J. Thomson, option C de Broglie, option D Schrödinger. J.J. Thomson ആണ് ഡിസ്കവർ ചെയ്തത് സച്ച് ദാറ്റ് ഇലക്ട്രോൺസ് എന്ന് പറയുന്ന പാർട്ടിക്കിൾസ് ആണെന്ന്. ഓക്കെ, ആൻഡ് പിന്നീട് റൂദർഫോർഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ന്യൂക്ലിയസ് ഡിസ്കവർ ചെയ്തത്. സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്, J.J. Thomson. Next question, number of orbitals in L energy level is option A 1, option B 2, option C 3, option D 4. സെക്കൻഡ് എനർജി ലെവലില് ഒരു എസ് ഓർബിറ്റലും 3 പി ഓർബിറ്റൽസും ആണ് ഉണ്ടാവുക. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽ ഇൻ എൽ ലെവൽ എന്ന് പറയുന്നത് 4 ആണ്. സോ ഓപ്ഷൻ ഡി 4 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഓക്കെ,
സോ അപ്പോൾ ഇത്രയാണ് സ്ട്രക്ചർ ഓഫ് ആറ്റം ചാപ്റ്ററിൽ വരുന്ന നമ്മുടെ MCQ മാരത്തോൺ. താങ്ക് യു.